അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ ഈ 2012 ഫെബ്രുവരി 8-ാം തീയതി കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞാൻ ക്ഷണിക്കട്ടെ. അതിപുരാതനമായ അമ്പഴക്കാട് ഇടവക ദേവാലയം ക്രിസ്തുവർഷം 300-ാം ആണ്ടിൽ സ്ഥാപിതമായതാണല്ലോ. വിശുദ്ധ തോമസ് അപ്പസ്തോലൻ്റെ വരവോടുകൂടി AD 52 കൊടുങ്ങല്ലൂരിൽ ആരംഭിച്ച ആ ക്രിസ്തു വിശ്വാസം കാലങ്ങളായി ഏറ്റുവാങ്ങിയ ഒരു സമൂഹമാണ് അമ്പഴക്കാട്ടെ ക്രൈസ്തവ സമൂഹം. ക്രിസ്തുസഭയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് അമ്പഴക്കാടിന്. പ്രത്യേകിച്ചും ആധുനിക സഭാചരിത്രത്തിലൂടെ നാം മനസ്സിലാക്കുന്ന കാര്യം, പോർച്ചുഗീസ് മിഷനറിമാർ 16-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ കേരളത്തിൽ വന്നപ്പോൾ വിശ്വാസ പാരമ്പര്യം കൊണ്ട് തഴച്ചു വളർന്ന ക്രൈസ്തവ സമൂഹത്തെ അമ്പഴക്കാട് കണ്ടെത്തിയെന്നും അതിൻ്റെ പേരിലാണ് പോർച്ചുഗീസ് മിഷണറിമാർ അവരുടെ പ്രവർത്തന കേന്ദ്രമായി അമ്പഴക്കാട്ടേക്ക് വന്നതും പ്രത്യേകിച്ചും അവരുടെ സെയിൻറ്റ് പോൾസ് കോളേജും സെമിനാരിയും മലയാളത്തിലെ ആദ്യത്തെ അച്ചുകൂടവുമൊക്കെ അമ്പഴക്കാട്ടെ സാമ്പാളൂരിൽ അവർ സ്ഥാപിക്കാൻ ഇടവന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അമ്പഴക്കാട്ട് ദേവാലയം ഉൾപ്പെടെ പല ദേവാലയങ്ങളും നശിപ്പിക്കപ്പെട്ടെങ്കിലും അമ്പഴക്കാട്ടെ ക്രൈസ്തവ സമൂഹം അധികം വൈകാതെ തന്നെ ആ ദേവാലയം പുനരുദ്ധരിച്ച് വീണ്ടും ആരാധനയ്ക്കായി ഇടം കണ്ടെത്തി. ആ അതിപുരാതനമായ ഇടവക ദേവാലയത്തെക്കുറിച്ച് തന്നെ പ്രത്യേകിച്ചും പോർച്ചുഗീസ് മിഷണറിമാരുടെ കാലത്ത്, കൂനൻ കുരിശു സത്യത്തിൻ്റെ കാലത്ത് പോലും കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ കീഴിലുണ്ടായിരുന്ന പള്ളികളിൽ വലിയ പ്രാധാന്യമുള്ള ഒരു പള്ളിയായിരുന്നു അമ്പഴക്കാട്. കാലാന്തരത്തിൽ 1887 തൃശൂർ വികാരിയാത്ത് നിലവിൽ വന്നപ്പോൾ അതിൻ്റെ കീഴിലായി അമ്പഴക്കാട് പള്ളി.
പിന്നീട് 1944 അമ്പഴക്കാട് ഇടവക ഒരു ഫൊറോന ഇടവകയായി ഉയർന്നു. ഇന്ന് അതിൻ്റെ കീഴിൽ 16 ഇടവക ദേവാലയങ്ങളുണ്ട്. മാത്രമല്ല അമ്പഴക്കാടിൻ്റെ ആ പൗരാണികത, പ്രത്യേകിച്ചും അതിൽ നിന്നും തിരിഞ്ഞുപോയ ഇടവക സമൂഹമാണ് അത് കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കാരണം പുത്തൻചിറയും കൊരട്ടിയും മാളയും അവരുടെ മാതൃക ദേവാലയമായിട്ട് ഇന്നും കണ്ടെത്തുന്നത് അമ്പഴക്കാട് ഇടവകയാണ്. അതിൽ തന്നെ വളരെ വ്യക്തമാണല്ലോ നൂറ്റാണ്ടുകളുടെ 17 നൂറ്റാണ്ടുകളുടെ ആ വലിയ പാരമ്പര്യം അമ്പഴക്കാടിനുള്ളത്. ആ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ക്രൈസ്തവ സമൂഹം ഓരോ വർഷവും വളരെ ആഘോഷപൂർവം തന്നെ പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും തിരുനാൾ സാഘോഷം കൊണ്ടാടുന്നു. 8-ാം തീയതി കൊടിയേറ്റത്തോടെ ആരംഭിച്ച തിരുനാൾ 11-ാം തീയതിയിലെ അമ്പ് പ്രദക്ഷിണവും 12-ാം തീയതിയിലെ തിരുനാൾ ആഘോഷവും 13-ാം തീയതിയിലെ പരേതർക്ക് വേണ്ടിയുള്ള റാസകുർബാനയും എല്ലാം ഉൾപ്പെടെ ഏറ്റവും മനോഹരമായി ആഘോഷിച്ചു. അതിൽ ഏറെ സന്തോഷമുണ്ട്. ഓരോ വർഷവും പൂർവാധികം ഭംഗിയായും ആഘോഷമായും ഒപ്പം ദൈവാനുഗ്രഹം തേടിയുമാണ് ഈ ആഘോഷ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തിരുനാൾ കമ്മിറ്റിയെയും ഇതിൻ്റെ നടത്തിപ്പിനായി മുന്നോട്ട് വന്ന പ്രസുതേന്തിമാരെയും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന കൈക്കാരന്മാരെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയും തിരുനാളിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. പരിശുദ്ധ കാണിക്ക മാതാവിൻ്റെ മാധ്യസ്ഥവും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥവും സർവോപരി നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ മാധ്യസ്ഥവും നമ്മുടെ ഓരോരുത്തരുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഈ ഇടവകയുടെ മേലും ഈ നാടിൻ്റെ മേലും ഉണ്ടാകട്ടെ എന്നുള്ള ആശംസയോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.